ഗൈസ് ഈ മാസം 22-ാം തീയതിയാണ് ഐ ലീഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലീഗിൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടീം ആരാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാം ഇത്തവണ 12 ടീമുകളാണ് ഐ ലീഗിൽ കളിക്കാൻ പോകുന്നത്. 2 ടീമുകൾ റെലഗേറ്റ് ആയി പോയിരുന്നു കഴിഞ്ഞ വർഷം, അതായത് മണിപ്പൂരിൽ നിന്നുള്ള 2 ക്ലബ്ബുകളായിട്ടുള്ള ട്രാവും നോറോക്കയും. എന്നാൽ പ്രൊമോട്ടായിട്ട് 2 ടീമുകൾ എത്തിയിട്ടുണ്ട്. ഗോവയിൽ നിന്നുള്ള ഡെംബോ, നമുക്കറിയാം ഐ ലീഗിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബാണ്, അവർ തിരിച്ചെത്തി. അതുപോലെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ബാംഗ്ലൂർ ഇതാദ്യമായിട്ട് ഐ ലീഗിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ മുഹമ്മദൻ ഐ ലീഗിൽ നിന്ന് ISLലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പറഞ്ഞ 12 ടീമുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഐ ലീഗിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് ISLലേക്കുള്ളൊരു പ്രൊമോഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐ ലീഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട്, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആകുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്ലബ്സിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടറാണ്. എന്താണെങ്കിലും ഇത്തവണത്തെ ഐ ലീഗ് സോണി നെറ്റ്വർക്കിലൂടെയാണ് നമുക്ക് ടെലിവിഷൻ വഴിയൊക്കെ കാണാൻ സാധിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഓൺലൈൻ വഴി ഏതോ പുതിയൊരു ആപ്പാണെന്ന് പറയുന്നു. അതിന് പുതിയ വല്ല ആപ്പ് ആണോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഐ ലീഗിലെ ഒരു ഫേവറേറ്റ്സ്, ഞാൻ 3 ഫേവറേറ്റ്സിനെ കാണുന്നുണ്ട്. പിന്നെ ചില അണ്ടർഡോഗ്സിനെ കാണുന്നുണ്ട്, അവരും അടിച്ച് കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സാധ്യത കളിപ്പിക്കുന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ നിന്നുള്ള ക്ലബ്ബായിട്ടുള്ള ശ്രീനിധി ഡെക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബാണ്. സോ അവരുടെ പരിശീലനായിട്ട് വരുന്നത് പോർച്ചുഗീസ് പരിശീലനമായിട്ടുള്ള റൂയി അമോറിം എന്ന് പറയുന്നൊരു പരിശീലനാണ്. ഇത് റൂബൻ അമോറിമിൻ്റെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും പുള്ളിയും പോർച്ചുഗലിൽ നിന്ന് തന്നെ വരുന്നൊരു കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒരു ക്ലബിൻ്റെ, അതും ലോവർ ടയറിലാണ് പരിശീലിപ്പിച്ചത്. കൂടുതലും ഇത് പറഞ്ഞ പോലെ ലോവർ ടയർസിലൊക്കെയാണ് ഒരു പരിശീലകനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തത് എന്നുള്ളതാണ്. സോ എനിക്ക് ഈ ശ്രീനിധിയെ പറ്റി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺലക്കി ടീമാണ്. കാരണം പക്ഷേ പെർഫോമൻസ് വൈസ് ഇപ്പം ആദ്യ സീസൺ തൊട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. ഞാൻ അൺലക്കി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടൈറ്റിൽ വിൻ ചെയ്യാമായിരുന്ന സീസണുകളൊക്കെ തന്നെ ആയിരുന്നു അവർ വന്നപ്പം മുതൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ സീസൺ 2021-22 സീസണിൽ 3-ാം സ്ഥാനത്ത് ആദ്യ സീസണിൽ തന്നെ വന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ 2 സീസൺ നോക്കിക്കഴിഞ്ഞാലും 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. നോക്കുക, കഴിഞ്ഞ 2 വർഷവും പഞ്ചാബ് FC മുഹമ്മദനും ഐ ലീഗിലേക്ക് ടോപ്പേഴ്സായിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പം അവിടെ 2-ാം സ്ഥാനത്തൊക്കെ ആയിപ്പോയിട്ടുള്ള ടീമാണ് ശ്രീനിധി എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാണെങ്കിൽ ഇത്തവണ അവർ കുറച്ചും കൂടി ഒരു ശക്തിപ്പെടുന്ന സ്കോഡും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഇന്ത്യൻ താരങ്ങളുടെ കാര്യമാണെങ്കിലും വിദേശ താരങ്ങളുടെ കാര്യമൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഉബൈദ് സിക്ക്, ആര്യൻ ലംബയൊക്കെ പോലത്തെ താരങ്ങളുണ്ട്. അതുപോലെ ഡിഫൻസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പവൻ കുമാർ, സാജിദ് ഗോഡ്, ഗുർമുഖ്, അതുപോലെ വിദേശ താരം എന്ന നിലയിൽ ISL തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എലി സാബിയൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പം ഡേവിഡ് കസ്റ്റനേഡ വളരെ നല്ല പെർഫോമൻസ് നടത്തുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ISL പോലും കളിക്കാൻ ഒരു നല്ല ടാലൻ്റുള്ള ഒരു പ്ലെയർ തന്നെയാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ്. അതുപോലെ അവരുടെ വില്യം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രസീലിയൻ താരവും അദ്ദേഹവും നന്നായിട്ട് കളിച്ചിട്ടുള്ള, അതുപോലെ ഗോൾസ് ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന താരമാണ്. അതുപോലെ തന്നെ അവരുടെ വിദേശ താരങ്ങൾ മിക്കവരെ അവർ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ പുതുതായിട്ട് ആഞ്ചൽ ഒറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം വരുന്നുണ്ട്. പനാമയുടെ അണ്ടർ 23 ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ട് ഒരു നല്ല പ്രൊഫൈലുമായിട്ട് വരുന്ന ഒരു പ്രോമിസിങ് ഒരു യങ് ഒരു താരമെന്ന നിലയിൽ പറയാൻ പറ്റും. സോ ഈ ശ്രീനിധിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിഡ്ഫീൽഡിലും അറ്റാക്കിലും കൂടുതലും ആശ്രയിക്കുന്നത് വിദേശ താരങ്ങളെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇപ്പം ഡിഫൻസിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഇന്ത്യൻ താരങ്ങളുടെ ഒരു നിര തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. ഒപ്പം എലീസ് ആവിയ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടി തീർച്ചയായിട്ടും ആ ഒരു ടൈറ്റിൽ റേസിലേക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്കോഡ് തന്നെ ഉണ്ട് അവർക്ക്. അടുത്തൊരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ കാഷിയാണ്. ഇന്റർ കാഷി പറഞ്ഞ പോലെ പുതുതായിട്ട് മാത്രം എത്തിയ ടീമാണ്. എന്നാൽ ലാസ്റ്റ് സീസണിൽ അവർക്ക് 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. ഇത്തവണ അവർ കുറച്ചും കൂടി സജ്ജമായിട്ട് തന്നെയാണ് വരുന്നത്. ഉറപ്പായിട്ടും ISL കളിക്കുക അല്ലെങ്കിൽ ഐ ലീഗ് ചാമ്പ്യൻസ് ആകുക എന്നുള്ളൊരു പ്രിപ്പറേഷനോടുകൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ അന്റോണിയോ ലോപ്പസ് അബാസ് എന്ന് പറയുന്ന ISL തന്നെ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു പരിശീലനം കൊണ്ടുവരുന്നത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞ വർഷം ISL ഷീൽഡ് വിൻ ചെയ്തിട്ടുള്ള ടീമായിട്ടുള്ള മോഹൻ ബഗാന്റെ പരിശീലകനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ഓഫിൽ തന്നെ ജോണി കൗക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ISL വളരെ മികച്ച പെർഫോമൻസ് നടത്തുന്ന യൂറോ കപ്പിലൊക്കെ അടക്കം കളിച്ചിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ഉണ്ട്. അദ്ദേഹത്തെ കൂടി എത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാലും മികച്ച വിദേശ താരങ്ങളുടെയൊക്കെ സാന്നിധ്യം നമുക്കിപ്പം ലാസ്റ്റ് സീസണിൽ മരിയോ വാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള 12 ഗോൾസ് ഐ ലീഗിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറൊക്കെ ഉണ്ട്. അതുപോലെ നിക്കോളാ സ്റ്റയാനോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സെർബിയൻ പ്ലെയർ, അദ്ദേഹവും ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെയും മറ്റ് വിദേശ താരങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യൻ താരങ്ങളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഗോൾ കീപ്പേഴ്സ് എന്ന നിലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അരിന്ദവും രക്ഷിത് ജഗറും ഒക്കെ ഉണ്ട്. അതുപോലെ ദീപക് ദേവ്റാണി, നാരായൺ ദാസ്, സന്ദീപ് മാണ്ഡി, അതുപോലെ ഹരിത്ര ദാസ്, സാർദക് ഗുലോയി,
സ്വീഡൻ ഫെർണാണ്ടസ്, എഡ്മണ്ട്, വിദ്യാസാഗർ, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് യങ് പ്ലേയേഴ്സിൻ്റെ ഒരു മിക്സ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇന്റർ കാഷിലേക്ക് വരുമ്പോഴും കൂടുതലും അവർ അറ്റാക്കിങ്ങിലാണ് അല്ലെങ്കിൽ മിഡ്ഫീൽഡ് പൊസിഷൻസിലൊക്കെയാണ് വിദേശികളെ ആശ്രയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചും കൂടി ഡിഫൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഏറ്റവും സാധ്യത കളിപ്പിക്കുന്നത് ഈ രണ്ട് ടീമുകൾക്കാണെങ്കിലും മറ്റ് നമുക്ക് സാധ്യത പറയേണ്ട ടീം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ക്ലബ്ബായിട്ടുള്ള ഗോകുലം കേരളയാണ്. ഗോകുലം ഇപ്പോൾ കാലിക്കറ്റ് തന്നെയാണ് കളിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. നേരത്തെ മലപ്പുറത്തായിരിക്കും കളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും അവർ കാലിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ. അവരുടെ പരിശീലകൻ എന്ന നിലയിലുള്ളത് അന്റോണിയോ റീഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് പരിശീലകനാണ്. സോ മുമ്പ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെയൊക്കെ പരിശീലനമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. ഇപ്പം ഗോകുലത്തിൻ്റെ സ്കോഡ് എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഇന്ത്യൻ നിര തന്നെയുണ്ട്. അതൊരു വിദേശ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഉണ്ടെന്നും. ഇപ്പം ഷിബിൻ, അഭിലാഷ് പോളിനെ പോലത്തെ എക്സ്പീരിയൻസ്ഡ് ഐ ലീഗിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ള പ്ലെയേഴ്സാണ് അവർ. അതുപോലെ ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാലും മഷൂറിനെയും അതുപോലെ സലാം രഞ്ജനെയും ഒക്കെ പോലത്തെ മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽസ് ഉണ്ട്. സെബാസ്റ്റിനെ പോലത്തെ നന്നായിട്ട് ഗോകുലത്തിൽ തന്നെ മുമ്പ് നന്നായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നീട് ഐഎസ്എൽ പോയി വീണ്ടും ഇതാ ഗോകുലത്തിലേക്ക് തിരിച്ചെത്തുന്നു. അതുപോലെ റിഷാദ്, എമിൽ ബെന്നി, അങ്ങനത്തെ ഒക്കെ താരങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട്. സുസൈരാജിനെ എത്തിക്കുന്നു, അതുപോലെ VP സുഹേറിനെ എത്തിക്കുന്നു. സോ അതൊക്കെ തീർച്ചയായിട്ടും വളരെ ഒരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യം തന്നെയാണ് ഗോകുലത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കുറച്ച് പുതിയ വിദേശ താരങ്ങളുടെ സാന്നിധ്യം കൂടി ചേരുമ്പോഴത്തേക്കും എന്താണെങ്കിലും ആ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇൻ പേപ്പർ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക മുകളിൽ നിൽക്കുന്നത് ഇന്റർ കാഷിയും ശ്രീനിധിയുമാണെന്നാണ് പറയേണ്ടത്. സോ ഇനി അണ്ടർഡോഗ്സ് എന്ന നിലയിൽ പറയാനുള്ള രണ്ട് ടീമുകൾ, ഒന്ന് റിയൽ കാശ്മീരാണ്. റിയൽ കാശ്മീർ പൊതുവെ എല്ലാ തവണയും ഒരു പ്രതീക്ഷ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ തരാറുണ്ട്. അതിനുള്ളൊരു കാരണം അവർ ചിലപ്പോൾ ആദ്യം കുറേ ഹോം മാച്ചസിലൊക്കെ ആയിരിക്കും കളിക്കുക. കാരണം ഹോമിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ അവർക്ക് എവേ റെക്കോർഡ്സ് അത്ര മികച്ചതല്ല. സോ ലാസ്റ്റ് സീസണിലേക്ക് ഇഷ്ഫാഖ് അഹമ്മദിൻ്റെ അണ്ടറിൽ നന്നായിട്ട് കളിച്ചു 5ാം സ്ഥാനത്ത് വരെയൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. സോ അവരുടെ പെർഫോമൻസ് എങ്ങനെ വരുമെന്നുള്ളത് നോക്കിക്കാണും. അതുപോലെ രാജസ്ഥാൻ യുണൈറ്റഡ് ആണെങ്കിലും ഇത്തവണ കുറച്ച് നല്ല പ്ലേയേഴ്സിനെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇത്തവണ സ്വന്തം നാട്ടിൽ കളിക്കാമെന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ, പ്രശ്നങ്ങൾ, മറ്റേ ഗ്രൗണ്ട് കത്തിപ്പോയ വിഷയങ്ങളൊക്കെ. സോ അതുകൊണ്ട് അവർ വീണ്ടും മറ്റൊരു പുറത്തു പോയി കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു കാര്യം കൂടി അവിടെ ഉണ്ടായേനെ എന്നുള്ളതാണ്. സോ പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ടീമുകളാണ് കുറച്ചും കൂടിയൊക്കെയുള്ള സാധ്യതയുള്ളത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇനി പറഞ്ഞ പോലെ ഒരാഴ്ച കഷ്ടി അങ്ങനെയൊക്കെയുള്ള അത് കഴിയുമ്പോഴത്തേക്കും ഐ ലീഗിൻ്റെ ഒരു ആവേശങ്ങളും സ്റ്റാർട്ട് ചെയ്യും. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.